ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. ശർക്കര നല്ലപോലെ അലിയുന്ന വരെ ഇത് തിളപ്പിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർക്കാവുന്നതാണ്. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഇതിൽ നല്ലപോലെ വറുത്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ ഇടാം. അതിലേക്ക് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി 1 കപ്പ് ചേർക്കാം. ഇതിലേക്ക് 5-6 ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഞാനിത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര പാനി അരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പാളങ്കോടൻ പഴം ചേർക്കണം. പാളങ്കോടൻ പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ് പഴം ചേർത്താലും മതി. ഇതുപോലെ കൈകൊണ്ട് ബ്രേക്ക് ചെയ്തിടാം. ഇനി ഇത് 2-3 പ്രാവശ്യം പൾസ് മോഡിലിട്ട് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക. ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് നെയ്യോട് കൂടി ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് ചൂടാക്കി എടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എല്ലാം കുഴിയും മൂടുന്ന വരെ വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ തളിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തളിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. ഈ മാവ് ഒഴിക്കുമ്പോൾ കുഴിയുടെ 1/4 ഭാഗം വരെ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ നര പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് തിരിച്ചും മറിച്ചുമിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കണം.
ഉണ്ണിയപ്പം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.